ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും അതേ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേക്ക് ഇടുക്കാഴ്ച ഒരു ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നേക്കുന്നത്. കാർക്കൊന്തലൊക്കെ അടിപൊളിയാക്കാൻ പറ്റിയ ഒരു ടിപ്പാണ്. നിങ്ങൾ ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേന്നോ അല്ലെങ്കിൽ രാവിലെയോ ഉച്ച കഴിഞ്ഞൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇത് ചെയ്തിട്ടൊന്ന് പോയാൽ സൂപ്പറായിട്ട് മുടി കിടക്കും. സുപ്പുവിൻ്റെ കാർക്കൊന്തൽ അറിയാമല്ലോ, ഇച്ചിരിയൊക്കെ ഉള്ളതാണെങ്കിലും ഞാൻ ഇതൊക്കെ ചെയ്യും. എനിക്കിഷ്ടമാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിടക്കും. നിങ്ങൾ ഒത്തിരി കാർക്കൊന്തലൊക്കെ ഉള്ള ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ഇതൊന്ന് ചെയ്ത് വീഡിയോ ഒക്കെ ഇട്ട് എന്നെ ഒന്ന് കാണിക്കണം കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് കൊതി വിട്ടോളാം. പക്ഷെ ഞാൻ എൻ്റെ മുടിയിൽ ഇത് ചെയ്തു സംഭവം പൊളിയാണ്. എനിക്ക് കുറച്ച് മുടിയല്ലേ ഉള്ളൂ കേട്ടോ. അപ്പോഴതിൻ്റെ ഭംഗി നമുക്കറിയാമല്ലോ. കുറച്ച് മുടി ചെയ്യുമ്പോൾ അതിൻ്റെ ഭംഗി നമുക്കറിയാം. ഒത്തിരി മുടി ചെയ്യുമ്പോൾ അതിനേക്കാളേറെ സൂപ്പറായിരിക്കും കേട്ടോ. അതുപോലെ ഒരു ടിപ്പാണ് ഇന്ന് സുപ്പ് പറഞ്ഞു തരുന്നത്. അപ്പോഴത്തേ നമുക്ക് ചെറിയ പാക്കറ്റ്, ഞാൻ എപ്പോഴും ഇത് ചെയ്യുമ്പം എനിക്ക് ഇത്ര മതിയല്ലോ. ഒരു പാക്കറ്റ് ഷാമ്പു, എന്നിട്ട് കുറച്ച് പഞ്ചസാര, എന്നിട്ട് വേറെ എന്താണ് നമ്മുടെ വെളിച്ചെണ്ണ കുട്ടണി എടുക്കണം. അത് നമ്മൾ പാരച്യൂട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അന്നേരം എന്തൊക്കെയാണ് നമ്മുടെ ഈ ഷാമ്പൂ, പഞ്ചസാര, വെളിച്ചെണ്ണ, ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പം ഇതേ ഐസ്ക്രീമൊക്കെ ഇങ്ങനെ പതപ്പിച്ച് വരത്തില്ല. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇത് നല്ല ഇതായിട്ട് പതഞ്ഞൊക്കെ വരത്തില്ലേ, അതുമാതിരിയാവും. ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്നിട്ട് കൂടെ നമ്മൾ കുറച്ച് നമ്മൾ ഷാമ്പൂ ഇടുമ്പം ഇത് മാത്രമായിട്ടല്ലല്ലോ. ഈ പാക്കറ്റ് ആണെങ്കിലും നമ്മൾ കുപ്പിയിൽ വാങ്ങിക്കുകയാണെങ്കിൽ ഇത് മാത്രമായിട്ടല്ലല്ലോ നമ്മൾ ഇടുന്നത്. നമ്മൾ ഇടുമ്പോൾ ഷാമ്പു ഇടുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഷാമ്പു ഇടുന്നത്? ഞാൻ പണ്ടൊക്കെ മന്ദബുദ്ധായിട്ടിരുന്ന സമയത്ത് ഞാൻ സത്യമായിട്ടും ഈ ഷാമ്പു ഒക്കെ തട്ടി മറിച്ച് തലയിൽ ഒഴിച്ചായിരുന്നു നമ്മളങ്ങ് കഴുകുമായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് അറിവും വിവരവും ഒക്കെ ആയി തുടങ്ങിയപ്പോൾ നമ്മൾ വെള്ളം കൂട്ടി മിക്സ് ചെയ്താണല്ലോ നമ്മൾ ഷാമ്പു ഇടുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ നന്നായിട്ട് അത് 3 പേരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ കാണിക്കായിരുന്നു, എനിക്ക് തലവേദന കൊണ്ടുപോയി രാവിലെ ഒന്ന് കുളിച്ചതാട്ടോ. അപ്പോഴെപ്പോഴും നമ്മൾ ഈ തലവേദനയൊക്കെ ഉള്ളപ്പോൾ എപ്പോഴും തല നനച്ച് കുളിക്കുന്ന പാടല്ലേ. ഞാൻ കാണിച്ചും തരാനും തേക്കുന്നത്. പക്ഷെ രാവിലെ കുളിച്ചു കേട്ടോ. അപ്പോഴാ വെള്ളവും കൂടെ കൂട്ടിയാണല്ലോ നമ്മൾ മിക്സ് ചെയ്ത് എപ്പോഴാണെങ്കിലും തേക്കുന്നത്. അപ്പോൾ ഇതുമാതിരി തന്നെ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ ഷാമ്പൂ എടുക്കുക, പഞ്ചസാര 1 സ്പൂൺ പഞ്ചസാരയൊക്കെ മതി കേട്ടോ. 1 സ്പൂൺ പഞ്ചസാര എടുക്കുക, വെളിച്ചെണ്ണ എടുക്കുക. ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടിച്ചങ്ങോട്ട് നല്ല ഇതായിട്ടാക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ സാധാ ഷാമ്പൂ ഇടുന്നത് മാതിരി അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് കഴുകി കളയുക. അവർ സൂപ്പർ കിടുവായിട്ട് നല്ല ഒഴുക്കൻ മാതിരിയൊക്കെ ഉള്ള മുടിയൊക്കെ കിട്ടും. നല്ല തിളക്കമുള്ള മുടിയൊക്കെ കിട്ടും. സുപ്പുവിൻ്റെ കാർക്കൊന്നിൽ ഇങ്ങനെ ചുരുണ്ടതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മുടിയൊക്കെ നീണ്ട നല്ല കട്ടിയായിട്ടുള്ള മുടിയൊക്കെ ഉള്ളവർക്ക് ചെയ്താൽ സൂപ്പറാണ് ഇത് കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് സൂപ്പറിനോട് പറയാം. അടിപൊളിയാണ്. മുടി കിടക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ മോക്ക് ചെയ്ത് കൊടുത്തു. അവിടെ മുടി ഏറെക്കുറെ ഒരു നീളം മുടിയാണല്ലോ. ഞങ്ങൾ അങ്ങനെ പരീക്ഷിച്ചു. എൻ്റെ ഇതിനകത്തേക്കാട്ടിൽ അവളുടെ മുടിക്കകത്ത് നല്ല ഭംഗി തോന്നിയത് ഞാൻ കേട്ടോ. അപ്പോഴും നിങ്ങളും ഫംഗ്ഷനൊക്കെ പോകുന്നവരാണെങ്കിൽ ഇതേമാതിരി ഒത്തിരി മുടിയുള്ളവർക്ക് എനിക്ക് തോന്നുന്നു 2 പാക്കറ്റിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു പാക്കറ്റിൻ്റെ ഇത് അരിപ്പിച്ചൊക്കെ വയ്ക്കുന്നത്. വല്ലപ്പോഴും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഫംഗ്ഷനോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കല്യാണം ഇതിനൊക്കെ പോകുമ്പോൾ നമ്മുടെ മുടിയൊക്കെ തലേന്ന് രാത്രി നമ്മൾ ചെയ്തിട്ട് രാവിലെ മുടി നനയ്ക്കാതെ ഇട്ടിരുന്നാൽ മതി. അങ്ങനെയാണല്ലോ സ്ഥിരം എല്ലാവരും. മുടി നനച്ചിട്ടല്ലല്ലോ ചിലരൊന്നും പോകുന്നത്. ഞാനൊക്കെ എനിക്കൊരു സമാധാനമൊക്കെയാണ്. രാവിലെ നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മളൊന്ന് കുളിച്ച് തല നനച്ച് കുളിച്ച് പോയാണ്ടല്ലോ നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. പക്ഷെ നമ്മൾ ദേഹം കഴുകി തല നനയ്ക്കാതെ പോയാൽ എന്തൊക്കെയോ ഒരു ദേഷ്യം വരും കേട്ടോ. എനിക്ക് കഴിവതും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ദേഹം കഴിയിട്ട് തല നനയ്ക്കാതെ പോവും. അങ്ങനെയുള്ളവരുമുണ്ട്. എന്നാലും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ.
ഇത് സൂപ്പർ കിടുവാണ്. നല്ലൊരു അടിപൊളി ഒരു രഹസ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് സൂപ്പറിനോട് പറയണം. ഞാൻ വീഡിയോ കാണുന്നത് ഒത്തിരി ചേച്ചിമാർക്ക് മുടിയൊക്കെ ഉണ്ട്. നിങ്ങളൊന്ന് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ ചെയ്തൊന്ന് കാണിച്ചാലും മതി, ആ മുടിയൊക്കെ ഒന്ന് ചെയ്തിട്ടൊന്ന് കാണിച്ചാലും മതി കേട്ടോ. ഞാൻ ഇവിടെ ഇരുന്ന് കൊതി വിട്ടോളാം കേട്ടോ. എനിക്ക് എൻ്റെ മുടി കണ്ട് എനിക്ക് കൊതി വിടാനൊക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ പിള്ളേരെങ്ങനെ പുറയിലെങ്ങനെ ഇരുന്ന് നമ്മുടെ ഈ കാക്കൂന്തലിൻ്റെ വീട്ടിൽ ഇങ്ങനെ എടുത്ത് കാണിച്ചാലേ എനിക്ക് അറിയത്തുള്ളൂ. പാരച്യൂട്ട് നമുക്ക് വെളിച്ചെണ്ണ നമുക്ക് പാരച്യൂട്ട് മതി കേട്ടോ. അത് കാച്ചി എണ്ണയൊന്നും നമ്മൾ ഇതേമാതിരി ഷാമ്പൂവിനകത്ത് മിക്സ് ചെയ്യേണ്ട. പാരച്യൂട്ടാണ് ഞാനിവിടെ വാങ്ങിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പാരച്യൂട്ട് തന്നെയാണ് ഞാൻ മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തലയ്ക്ക് വേദന, നല്ല തലവേദനയുണ്ട്. 2 പ്രാവശ്യം തല നനച്ച് കുളിച്ചാൽ ഭയങ്കര തലവേദനയുണ്ട്. എന്തൊക്കെയോ അസ്വസ്ഥതകൾ, പനിയുടെയാണ് ഇത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നല്ല വെയിലുള്ള സമയത്തെങ്ങനെ ഞാൻ ഒന്നും കൂടി ഇത് നമുക്ക് അല്ലെങ്കിൽ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കിക്കോണം കേട്ടോ. ചെയ്ത് നോക്കുമോ? ചെയ്ത് നോക്കണം. പിന്നെ മുടി നന്നായിട്ട് അത് ഉണക്കി എടുത്താലാണ് സൂപ്പർ. ഷാമ്പൂ ഒക്കെ ഇട്ട് അടിപൊളിയാണ്, കിടുക്കാച്ചിയാണ് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. കുഞ്ഞു ടിപ്പുകളൊക്കെ സുപ്പു എന്താ നമ്മുടെ മുടിയൊക്കെ കറുപ്പിക്കുന്നതൊക്കെ കറുപ്പ് ഇപ്പോൾ ഒത്തിരി ദിവസമായി ചെയ്തിട്ട് കേട്ടോ. മുടി കറുപ്പിക്കുന്നതൊക്കെ കുഞ്ഞു ടിപ്പുകളൊക്കെ സുപ്പു കാണിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. കുഞ്ഞു ടിപ്പുകളൊക്കെയാണ് സുപ്പിന് അറിയാവുന്ന രീതിയിലുള്ള കുഞ്ഞു ടിപ്പുകൾ. അപ്പോൾ നമ്മൾ വല്ല ബ്യൂട്ടീഷ്യനും ഡോക്ടറും എഞ്ചിനീയറും ഒന്നുമല്ല. എന്നാലും നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള കുറച്ച് അറിവുകൾ വെച്ച് നമുക്ക് അല്ലേ ഒന്ന് പറയുന്നതിന് നമ്മൾ ആരെങ്കിലും അടിക്കുമോ? നിങ്ങൾ എന്നെ അടിക്കുമോ? ഞാൻ ഈ പറയുന്നതൊക്കെ കേട്ടാൽ എന്നെ അടിക്കലേ പാവം നിങ്ങളുടെ സുഖമല്ലേ. കുഞ്ഞു അറിവുകളൊക്കെ ഞാനും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ അറിവുകൾ ഞാനിവിടെ കേട്ട് പരീക്ഷിക്കുന്നുണ്ട് കൂട്ടുകാരെ. പാരച്യൂട്ട് മതി കേട്ടോ. ഇതിന് നമ്മൾ പാരച്യൂട്ട് എടുത്താൽ മതി. അപ്പോഴേ ചെയ്ത് നോക്കണം. അപ്പോഴെല്ലാ നാട്ടിലുമൊക്കെ ഭയങ്കര മഴയാണ്, ഇവിടെയും മഴയാണ്. അതേ സൂര്യനമ്മാവനെ കണ്ടിട്ട് എത്ര ദിവസമായി, ഒത്തിരി ദിവസമായി കേട്ടോ. മഴയോട് മഴ, തിമിർത്ത് മഴയൊക്കെ പെയ്യുകയാണ് ഇവിടെയും. അപ്പോൾ വലിയ പേമാരിയും ഉരുൾപൊട്ടലും ഒന്നുമില്ലാതെ നമുക്കെല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. തമ്പുരാന് ആർക്കും ആപത്തും ഒന്നുമില്ലാതെ ഹോസ്പിറ്റൽ കേസൊക്കെ തന്നെയാണ് കൂട്ടുകാരി. അതുകൊണ്ടാണ് തിരക്കാണ്. എന്നാലും നമ്മുടെ വീഡിയോ ഇട്ടേ പറ്റത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വീഡിയോ ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകളും. നമുക്ക് അമ്മാവന് നമുക്ക് ഓരോ പണി തരുന്നതും അഥവാ വീഡിയോ ചെയ്തില്ലെങ്കിൽ പിറ്റേന്ന് ദിവസം നോക്കുമ്പോൾ ഒന്നുമില്ല സ്വാഹായിട്ടിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ദൈവമേ ഇതുവരെ നമ്മൾ കഷ്ടപ്പെട്ടതിനൊന്നും നമുക്ക് കാണുമ്പോൾ സങ്കടം വരും. അതുകൊണ്ട് സുപ്പു എന്നും ഈ പിന്നെ ഹോസ്പിറ്റലിലൊക്കെയാണ്. എന്നാലും കുഞ്ഞു വീഡിയോ ഒക്കെ ഇട്ട് ഞാൻ പോകുന്നത് കേട്ടോ. ഇവിടെ വരെയൊക്കെ നിങ്ങളും തമ്പുരാനുമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അപ്പോഴതുകൊണ്ടാണ് കേട്ടോ കുഞ്ഞു വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പോഴെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കുഞ്ഞു വിശേഷങ്ങളും ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും